നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാത്ത് ഇസ് ദ ഗോൾ എന്നുള്ള ഈ സീരീസിൽ ലിവിങ് ദ ഗോൾ, ആ ലക്ഷ്യം എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കുക. നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ ആ സ്നേഹം തന്നെയാണ്, ഒരു സംശയമില്ലാത്ത കാര്യം. യഥാർത്ഥ സ്വഭാവം ആ സ്നേഹം തന്നെയാണ്. ആ സ്നേഹത്തെ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരേ ഒരു ജോലി. വേറെ ഒരു ജോലിയില്ല. അതിനുള്ള പ്രയത്നമാണ് നമ്മൾ പല ജീവികളിലൂടെയും കാണുന്നത്. എവല്യൂഷൻ എന്ന് പറയുന്നതും അതുതന്നെയാണ്. സ്നേഹത്തെ കൂടുതൽ 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 ഈ ഫൈനൈറ്റായിട്ടുള്ള ശരീരത്തിലൂടെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ശ്രമം. അപ്പം അതിനായിട്ട് ഈ ഭൗതികമായിട്ടുള്ള ജീവിതത്തെ ആ സ്നേഹവുമായിട്ട്, പരിശുദ്ധമായിട്ട് സ്നേഹവുമായിട്ട് ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കണം. ചാരിജി മഹാരാജ് പറയാറുണ്ട്, ഒരു സംഗീത കച്ചേരി നടക്കുമ്പോൾ സംഗീതജ്ഞൻ്റെ ശ്രുതിക്കനുസരിച്ചും താളത്തിനനുസരിച്ചിട്ടും ഇൻസ്ട്രുമെൻറ്റ്സ് ട്യൂൺ ചെയ്യണം. അപ്പോൾ അതിലുള്ള ആ സ്ട്രിങ്സ് ഒരു പെയിൻ അനുഭവിക്കുന്നുണ്ട്. കറക്റ്റ് ശ്രുതി പ്ലേ ചെയ്യണം. ദാജി അതിനെ റെസൊനേറ്റ് ചെയ്യുക എന്ന് പറയും. നമ്മൾ റെസൊനേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ അതിനെ ട്യൂൺ ചെയ്യും, പെർഫെക്റ്റ് ട്യൂൺ, സ്നേഹത്തിൻ്റെ ആ ട്യൂൺ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിലൂടെ. ഭഗവാന്റെ കയ്യിലുള്ള ഓടക്കുഴലുമായിട്ട് ഇതിനെ ഉപമിച്ചിട്ടുണ്ട് ചാരിജി മഹാരാജ്. നമ്മൾ ഭഗവാന്റെ കയ്യിലുള്ള ആ ഓടക്കുഴലാണ്. ഭഗവാന്റെ സംഗീതം മാത്രം പുറത്തേക്ക് വരേണ്ട ഒരു ഓടക്കുഴലാണ്. ഇതിൽ സംഗീതം
വരുമ്പോൾ അതിൽ കൂടുതൽ കൂടുതൽ ബ്യൂട്ടി വരുന്നുണ്ടെങ്കിൽ, ഇത് ശ്രവിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ അതിൽ ആനന്ദം ലഭിക്കുന്നുണ്ടെങ്കിൽ, ഈ ഫ്ലൂട്ട് ഒരിക്കലും ധരിക്കരുത് ഞാനാണ് ആ സംഗീതം ഉണ്ടാക്കുന്നത്. ഫ്ലൂട്ടിൻ്റെ സംഗീതം എവിടുന്നാണ് വരുന്നത്? അത് വായിക്കുന്ന ആളുടെ ആ മുഖത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഹ്യൂമിലിറ്റി വേണം. പക്ഷേ ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ശരീരം എന്നുള്ള ഈ ഫ്ലൂട്ട് വെറും ഇനാനിമേറ്റ് ആയിട്ടുള്ളൊരു ഓബ്ജക്റ്റ് അല്ല, നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. മനുഷ്യന് ഈ ജീവിതത്തെ മോഡിഫൈ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്, മറ്റുള്ള ജീവജാലങ്ങളെ പോലെയല്ല. നമ്മുടെ മനസ്സിലുള്ള നിസ്വാർത്ഥ ചിന്തകളെ എടുത്തു മാറ്റിയിട്ട് നമുക്ക് ആ ട്യൂണിങ് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ട്യൂൺ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ലോകത്തിന് മാതൃക എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത്. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. അങ്ങനെയുള്ളൊരു വ്യക്തി ഏത് രീതിയിലാണ് ജീവിക്കുന്നത് എന്നാണ് മാതൃക. ആ തരത്തിലുള്ള വ്യക്തികളാണ് ഈ ലോകത്തിൻ്റെ ഹീറോസ്. ആ കാലഘട്ടത്തിൽ അവരെ റെക്കഗ്നൈസ് ചെയ്യാറില്ല സാധാരണ. അത് ഭഗവാൻ ശ്രീരാമനായാലും ഭഗവാൻ ശ്രീകൃഷ്ണനായാലും നമ്മുടെ മാസ്റ്റേഴ്സായാലും അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവരെ അംഗീകരിക്കില്ല. ജീസസ് ക്രൈസ്റ്റ്, മുഹമ്മദ് നബി, ആരായാലും. പക്ഷേ പിന്നീടുള്ള കാലത്ത് അവരെ സ്മരിക്കപ്പെടും. അവരുടെ ജീവിതമാണ് നമ്മൾ പഠിക്കാൻ നോക്കുന്നത്. അവർ പറഞ്ഞ വാക്കുകൾ ചിലപ്പോൾ ഡിസ്റ്റോർട്ട് ചെയ്യപ്പെടും, പക്ഷേ അവരുടെ ജീവിതം എപ്പോഴും മാതൃകയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ലൈഫ് കാഴ്ചവെക്കാൻ നമ്മളും നമ്മുടെ ജീവിതത്തിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരും. ഇതാണ് 10 പ്രമാണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ബി ട്രൂത്ത്ഫുൾ, സത്യസന്ധരായിരിക്കുക എന്നാണ് 5ാമത്തെ പ്രമാണം പറയുന്നത്. അത് ലാളിത്യമുള്ളൊരു ജീവിതം കാഴ്ചവെക്കുമ്പോൾ നമ്മൾ കൂടുതൽ സത്യസന്ധരായിരിക്കൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള നേച്ചറിനെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സത്യസന്ധരായേ പറ്റും, ഡിസിപ്ലിൻഡ് ആയേ പറ്റുള്ളൂ. പ്രപഞ്ചത്തിൻ്റെ ഋതമായിട്ട് റെസണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ, അവിടെയാണ് നമ്മൾ ഈ സാധന ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ജോലിയല്ല ശരിക്കും, ഇത് അത്ര ആനന്ദദായകമാണ്. അത് ചെയ്തു നോക്കൂ. റെഗുലർ സാധന ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ആനന്ദം അത് ലൈഫിൽ നമുക്ക് കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല. ശരിക്കുള്ളൊരു സാധകൻ, സ്പിരിച്വൽ സീക്കർ സ്വഭാവത്തിൽ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുക, എന്നാൽ സാധാരണ ജീവിതത്തിൽ ദേഷ്യം കാണിക്കുക, ഹേറ്റ്രഡ് കാണിക്കുക, അസൂയ കാണിക്കുക, ഇൻടോളറൻസ് കാണിക്കുക. അപ്പോൾ അത് ഒരിക്കലും സംഭവിക്കില്ല. ഇപ്പോൾ ഈശ്വര വിശ്വാസമുള്ള ഒരാൾ ഒരിക്കലും ജീവിതത്തിൽ മോശമായിട്ട് ബിഹേവ് ചെയ്യില്ല. ഭഗവാൻ ഭക്തനെ പറ്റിയിട്ട് ഭഗവത്ഗീതയിൽ ഇത് പറയുന്നുണ്ട്. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവണം. നമ്മൾ ഡിവോട്ടി എന്ന് പറയുകയും ചെയ്യുക, ജീവിതത്തിൽ അത് കാണിക്കാതിരിക്കുക. എപ്പോഴും പരസ്പരമായിട്ട് ക്വാറൽ ചെയ്യുക, അസഹിഷ്ണുത കാണിക്കുക, തൻ്റെ ഡോമിനൻസ് കാണിക്കുക. അപ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളെല്ലാം നമ്മളെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവുകയാണ്. എവിടെയാണ് നമുക്ക് എക്സ്പീരിയൻസസിൽ നമുക്ക് തിക്താനുഭവങ്ങളായിട്ട് തോന്നുന്നത്? ഈഗോ അവിടെ പ്രത്യക്ഷപ്പെടുമ്പോഴാണ്. എനിക്ക് ഇഷ്ടമല്ലാത്തത്, എനിക്ക് സ്വീകാര്യമല്ലാത്തത്, അതാണ് നമ്മൾ തിക്താനുഭവം എന്ന് പറയുന്നത്. എന്താണ് എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്തത്? എൻ്റെ ഈഗോനെ തകർക്കുന്ന, ഞാൻ ഇതുവരെ സംരക്ഷിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഈ ഈഗോ, അതിൻ്റെ സൃഷ്ടി, അതിനെ തകർക്കുന്ന, അതിൽ എന്തെങ്കിലും വിള്ളൽ കൊണ്ടുവരുന്ന എന്തൊരു അനുഭവമായാലും നമുക്കതൊരു മിസറിയാണ്. അതുകൊണ്ടാണ് ഈ പ്രമാണത്തിൽ മിസറികളെ സ്വീകരിക്കണം. ആക്സെപ്റ്റ് മിസറീസ്. എങ്ങനെ മിസറീസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? ഡിവൈൻ ബ്ലെസ്സിങ്സ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് നന്ദിപൂർവ്വം അവയെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിയിലുള്ള കാരണം എന്ന് മനസ്സിലാക്കണം. നമുക്കിത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നും. പക്ഷേ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ വഴിയുള്ളൂ. ഒരു സ്വർണ്ണഖനിയിൽ നിന്ന് സ്വർണം പുറത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് എടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ, എങ്കിലേ സ്വർണ്ണത്തിന് സ്വർണ്ണമാകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ വേറൊരു വ്യക്തി അതിൽ ഇടപെടുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഉള്ളിലുള്ള പ്യുവറായിട്ട് സ്വർണ്ണത്തെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള വ്യക്തി ഞാൻ തന്നെയാണ്. വേറെ ഒരു ഗൈഡൻസ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു, ഒരു ഗുരുനാഥൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു, വഴി കാട്ടുന്നു. അദ്ദേഹം സ്വർണ്ണമായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പ്യൂരിറ്റിയിൽ. നമ്മളത് കണ്ട് നമ്മുടെ ഉള്ളിലുള്ള അനാവശ്യ കാര്യങ്ങൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് വ്യത്യസ്തമായിട്ടുള്ള അനുഭവം ഉണ്ടാവും തുടങ്ങും. നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പോലെയുള്ള അനുഭവം ഉണ്ടായാൽ നമുക്ക് പ്രശ്നമില്ല, നമുക്കത് സ്വീകാര്യമാണ്.
എൻ്റെ പൊസിഷൻ നിലനിർത്തുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ, എൻ്റെ പൈസ പോവാതിരിക്കാനുള്ള കാര്യമാണെങ്കിൽ, എൻ്റെ തറവാട്ട് മഹിമ കളയാത്ത എന്തെങ്കിലും കാര്യമാണെങ്കിൽ, എൻ്റെ മതത്തിന് പ്രശ്നം ഉണ്ടാക്കാത്ത കാര്യം നമ്മൾ സ്വീകരിക്കും. നേരെ മറിച്ച് അതിനെന്തെങ്കിലും ഒരു വിള്ളൽ വരുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് സ്വീകരിച്ചില്ല. അവിടെയാണ് നമ്മുടെ വളർച്ചയുടെ ക്രൂക്സ്. ഈ ലോകത്തിൽ എല്ലാം ആക്സെപ്റ്റബിളാണ്, എല്ലാം അക്സെപ്റ്റ് ചെയ്യണം. ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനല്ലാത്ത ഒന്നുമില്ല, ഡിവിനിറ്റി അല്ലാത്ത ഒന്നുമില്ല. നമ്മളുടെ വീക്ഷണത്തിലാണതിൽ വ്യത്യാസങ്ങൾ കാണുന്നത്. ഈ സൃഷ്ടി എന്ന് പറഞ്ഞാൽ സോളിൻ്റെ ഇംപെർഫെക്ഷൻസിൻ്റെ മാനിഫെസ്റ്റേഷനാണ് എന്ന് പറയും. ആത്മാവിൻ്റെ ഇംപെർഫെക്ഷൻസിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ നമുക്കിവിടെ വ്യത്യസ്തത കാണുന്നത് നമ്മുടെ ഉള്ള ഇംപെർഫെക്ഷൻ കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. വളരെ വളരെ എളുപ്പമുള്ളൊരു കാര്യം. ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഉള്ളിലുള്ള പ്യൂരിറ്റി കണ്ടെത്തണം. അതിനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ജാഗ്രത ദിവസം മാനിഫെസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ 10 മാക്സിംസ് എന്ന് പറയുന്നത്. അല്ലാതെ ഇത് ചെയ്തുകൊണ്ട് നമ്മൾ അവിടേക്ക് എത്താൻ ശ്രമിക്കില്ല. സഹജമാർഗത്തിൽ ഉള്ള അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും സാധ്യമല്ല എന്നാണ് ഗുരുനാഥൻ പറയുന്നത്. അത് നിങ്ങൾക്ക് നൽകപ്പെടും. നിങ്ങൾ ഓൾറെഡി അതാണെന്ന് കാണിച്ചു തരാണ്. രാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞ സിംഹത്തിൻ്റെ കഥ ഒന്നുകൂടി നമുക്ക് ആലോചിക്കാം. ഒരു സിംഹക്കുട്ടി ഒരു ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിൽ പെടുകയാണ്. എന്നിട്ട് ചെമ്മരിയാടിനെ പോലെ പെരുമാറാൻ തുടങ്ങുക. അങ്ങനെ അത് വലുതാവും. ഒരു ദിവസം ഒരു വലിയ സിംഹം കാട്ടിൽ നിന്ന് വരുമ്പോൾ ഇത് ഒരു അത്ഭുതം കാണുകയാണ്. ഒരു സിംഹം ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. പുല്ല് തിന്നണു, നേന്ന് ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പോൾ ആ സിംഹം ഇതിനെ പിടിച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. ഇവിടെ വാടാന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു പുഴയിൽ മുഖം കാണിക്കും. അപ്പോഴാണ് ഞാൻ സിംഹമാണ് എന്നറിയുന്നത്. അപ്പോൾ ഇതിന് കുറച്ചുകൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താലോ, അത് പുഴയിൽ കണ്ട പ്രതിരൂപമാണ്. ഞാൻ സിംഹമല്ല എന്ന് പറഞ്ഞ് തിരിച്ച് ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിൽ തന്നെ പോയാലോ അത് പിന്നെയും ചെമ്മരിയാട് തന്നെ നിൽക്കും. നമുക്കുണ്ടാവുന്ന പ്രശ്നമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ ഡിവൈൻ സ്വഭാവം തന്നെയാണെന്ന് മാസ്റ്റർ കാണിച്ചു തരുന്നു മെഡിറ്റേഷൻ സമയത്ത്. സഹജമാർഗത്തിൽ പ്രാണാഹുതി ലഭിക്കുമ്പോൾ, ട്രാൻസ്മിഷൻ ലഭിക്കുമ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥത്തിലെ സ്വഭാവം തിരിച്ചറിയാൻ കാണും. നമുക്കത് കാണുകയാണ്. എന്നിട്ട് പറയുകയാണ് നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്യും. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ശരിക്കുള്ള രൂപം കാണിച്ച കൊടുത്ത പോലെ നമുക്ക് ഇവിടെ അങ്ങനെ ഭയമൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് സ്നേഹത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പഴയ നമ്മുടെ റെസ്ട്രിക്ഷൻസൊക്കെ നമുക്ക് കടന്നു വരും. അതെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ പ്യൂരിറ്റി ഇവിടെ നമുക്ക് കാണിക്കാൻ സാധിക്കും, സ്വഭാവമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഈ മാക്സിമിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അടുത്ത സെഷനിൽ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.